കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നത് പാപികളെ രക്ഷിപ്പാനല്ല. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നപ്പോൾ തന്നെ അനുഗമിക്കുന്നവരുടെ കൂട്ടത്തിൽ ചുങ്കക്കാരും ദുർനടപ്പുകാർ പോലും ഉണ്ടായിരുന്നു. അന്ന് എല്ലാ മനുഷ്യർക്കും തൻ്റെ അടുക്കൽ എത്തിച്ചേരുക സാധ്യമായിരുന്നു. എല്ലാവർക്കും അവന്റെ സഹായവും ലഭ്യമായിരുന്നു. കാരണം താൻ വന്നത് പാപികളെ രക്ഷിപ്പാനായിരുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ, സർവ്വ മനുഷ്യരുടെയും പാപത്തെ ചുമന്നൊഴിപ്പാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിരുന്നു താൻ. പലരും വിചാരിച്ചിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു രണ്ടാമതും വരുന്നത് ഇതുപോലെ പാപികളെ രക്ഷിപ്പാനാണെന്നാണ്. എന്നാൽ യേശുക്രിസ്തു രണ്ടാമത് വരുന്നത് പാപികളെ രക്ഷിപ്പാനല്ല, മറിച്ച് തന്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കുന്ന വിശുദ്ധ ജീവിതം നയിക്കുന്ന വൃതന്മാരായ ഒരു കൂട്ടം മനുഷ്യരെ രക്ഷിപ്പാനാണ്. അവരെ തന്നോടൊപ്പം ചേർപ്പാൻ വേണ്ടിയാണ്. തന്റെ കാൽവരിയാഗം വഴി സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് താൻ പരിഹാരം വരുത്തിയിട്ടുണ്ട്. തന്റെ ജീവൻ അവർക്ക് വേണ്ടി മറുവിലയായി നൽകിയിട്ടുമുണ്ട്. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെടാൻ താൻ പുതിയൊരു പാത തുറന്നു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, താൻ വീണ്ടും വരുന്നത് ഒരു സാധാരണ മനുഷ്യനായിട്ടല്ല, കോടാനുകോടി സ്വർഗീയ ദൂതന്മാരുടെ അകമ്പടിയോടെ രാജാതി രാജാവായിട്ടാണ് താൻ വീണ്ടും വരുന്നത്. സകലരെയും ന്യായം വിധിപ്പാൻ അധികാരമുള്ള ന്യായാധിപനായിട്ട്. അന്ന് പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും തന്റെ സന്നിധിയിൽ നിന്ന് കരുണ ലഭിക്കുകയില്ല, മാനസാന്തരപ്പെടാൻ അവസരവും ലഭിക്കുകയില്ല. കരുണയില്ലാത്ത ന്യായവിധിയായിരിക്കും അവർ നേരിടേണ്ടി വരിക. പ്രിയ സഹോദര, ഇനിയും സമയം വൈകിയിട്ടില്ല. താങ്കളും യേശുവിങ്കലേക്ക് വരിക, മാനസാന്തരപ്പെടുക, ശുദ്ധീകരണം പ്രാപിക്കുക, അവന്റെ വരവിനായി ഒരുങ്ങുക. ശുദ്ധീകരണം പ്രാപിക്കാതെ ആരും അവനെ കാണുകയില്ല. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.